നമ്മൾ നല്ലൊരു പ്ലാന്ററാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് പ്ലാന്ററാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള മിൽക്കി മിസ്റ്റിൻ്റെ യോഗട്ടിൻ്റെ ടിന്നാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഐസ്ക്രീമിൻ്റെ ടിന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു പ്ലാന്ററിൻ്റെ ഒരു ഷേപ്പിൽ വരുന്ന എന്ത് വേണമെങ്കിലും എടുക്കാം. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ടെറാക്കോട്ടയുടെ ചട്ടിയൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ആദ്യം നമ്മൾ ഈ ഒരു ടിന്ന് കംപ്ലീറ്റ് ആയിട്ടും ജെസ്സോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഹോം മെയ്ഡായിട്ട് ജെസ്സോ ഉണ്ടാക്കിയ സമയത്ത് 2-3 ടിന്നിൽ ഒരുമിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് ഞാൻ ജെസ്സോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറുതായിട്ട് അതിൽ തരിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ജെസ്സോ അപ്ലൈ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ ബേസ് കോട്ട് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ജെസ്സോ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ മേലെ ചെയ്ത് കൊടുക്കുന്ന പെയിൻറ്റിങ്ങോ അങ്ങനെ വർക്കൊന്നും ഇളകി പോകുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മാസ്കിംഗ് ടേപ്പാണ്. അപ്പോൾ ആ മാസ്കിംഗ് ടേപ്പ് നമ്മളിത് ഈ ഒരു ടിന്നിൻ്റെ പുറത്തായിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒട്ടിക്കുന്ന ഭാഗം ക്യാമറ ഓഫായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊരു ഡിസൈൻ ഒന്നുമില്ല, നമ്മൾ ചുമ്മാ അങ്ങനെ ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ചിങ്ങനെ സ്ക്വയറായിട്ടും അങ്ങനെയൊക്കെ ഇൻ്റർകണക്ട് ചെയ്ത് വരുന്ന രീതിയിൽ ആ ഒരു ടിന്നിൻ്റെ ചുറ്റുഭാഗത്തൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആക്രിലിക് പെയിൻറ്റിലെ ബ്രൗൺ സിയെന്നയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഇതിലുള്ള ഒരു കള്ളി ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു മാസ്കിംഗ് ടേപ്പിൻ്റെ പുറത്തോട്ടായാലൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു ഇതിൽ മാത്രമല്ല, ഇടവിട്ട് 2-3 ഭാഗത്തായിട്ട് ഈ ഒരു ബ്രൗൺ കളറൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഞാൻ മജന്ത കളറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ തന്നെ 1-2 കള്ളിയിലായിട്ടൊന്നും ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാനായിട്ട് പ്രത്യേകിച്ചൊരു കളറിൻ്റെ ഒരു ഇതൊന്നുമില്ല, നമുക്ക് നമ്മളെ കയ്യിലുള്ള ഏത് കളർ വേണമെങ്കിലും എടുക്കാം. നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് 2 കോട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു പെർഫെക്ഷനൊക്കെ കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അടുത്തടുത്തായിട്ട് ഇങ്ങനെ കുറച്ച് ഡാർക്കും ലൈറ്റും കളറും അങ്ങനെയൊക്കെ വരുന്ന രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിതിൽ മജന്ത കളറ്, ലൈറ്റ് ബ്ലൂ, പിന്നെ അതുപോലെ തന്നെ ബ്രൗണ്, പിന്നെ ഒരു റോയൽ ബ്ലൂയിലേക്ക് കുറച്ച് ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു ഡാർക്ക് ബ്ലൂ ആക്കിയിട്ട് അപ്പോൾ അങ്ങനെയും ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റൊക്കെ ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മാസ്കിംഗ് ടേപ്പ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പൊളിച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു മാസ്കിംഗ് ടേപ്പൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ഭംഗിയായിട്ടൊരു ഡിസൈൻ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ ആ ഒരു ബേസ് കോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് ജെസ്സോ അപ്ലൈ ചെയ്തിട്ടായിരുന്നു. അപ്പോൾ അത്രക്കൊരു വൈറ്റ് കളറില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൈറ്റ് കളർ പെയിൻറ്റ് വെച്ചിട്ട് ആ ഒരു ഭാഗത്തൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗത്താണ് വൈറ്റ് കളർ പെയിൻറ്റ് ഇപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ നല്ല വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് അല്ലാന്നുണ്ടെങ്കിൽ നല്ല പ്യുവർ വൈറ്റ് ആയിട്ട് ജെസ്സോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ആ ഒരു വൈറ്റ് കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ലൊരു വൈറ്റ് തന്നെ ആ ഒരു മാസ്കിംഗ് ടേപ്പ് പൊളിക്കുന്ന ആ ഒരു ഭാഗത്തുണ്ടാവും. പക്ഷേ നമ്മളിത് ഒരു ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ള ഒരു യെല്ലോയിഷിലേക്ക് വരുന്ന ഒരു കളറായിട്ടായിരുന്നു ജെസ്സോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആണെങ്കിൽ ഈ ഒരു ബോട്ടിൽ ഞാൻ ജെസ്സോ ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരു 6 മാസത്തോളം ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ അതിൻ്റെ ഒരു കളറൊക്കെ ഇങ്ങനെ കുറച്ച് പൊടിയൊക്കെ പിടിച്ചിങ്ങനെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗത്തൊക്കെ കംപ്ലീറ്റ് ആയിട്ടും വൈറ്റ് കളർ പെയിൻറ്റ് വെച്ച് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ഭംഗിയായിട്ട് ബാക്കി കളേഴ്സൊക്കെ ഇങ്ങനെ എടുത്ത് കാണുന്ന രീതിയിൽ വന്നിട്ടുണ്ട് അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ടിന്നിൻ്റെ ആ ഒരു നെക്കിൻ്റെ സൈഡിൽ ഞാൻ ആദ്യം ലൈറ്റ് ബ്ലൂ കളർ വെച്ചിട്ടായിരുന്നു പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ എനിക്ക് തോന്നി ഈ ഒരു ഇതിലേക്ക് അതിൻ്റെ ആ ഒരു മേലെ ഭാഗത്ത് വൈറ്റ് ആകുമ്പോൾ അത്രക്കൊരു ബ്ലൂ ആകുമ്പോൾ അത്രക്കൊരു ഭംഗിയില്ലാന്ന്. അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മെറ്റാലിക് ഗോൾഡ് പെയിൻറ്റ് വെച്ചിട്ട് ആ ഒരു ബോട്ടിലിൻ്റെ ഈ ഒരു ടിന്നിൻ്റെ നെക്കിൻ്റെ സൈഡിലൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2 കോട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞു ആ ഒരു കളറിനേക്കാളും നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന ലൈറ്റ് ബ്ലൂ കളർ അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ തന്നെയാണ് ഭംഗി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ പക്ഷേ ആ ഒരു പെയിൻറ്റ് മാറ്റുന്നില്ല കേട്ടോ, 2 കോട്ടൊക്കെ അടിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള പ്ലാന്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചെടിയൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്ലാന്ററാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആ ഒരു കളേഴ്സ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് പിന്നെ കളറൊന്നുമില്ല, ഏത് കളർ വെച്ച് വേണമെങ്കിലും ചെയ്തെടുക്കാം. പിന്നെ ആ ഒരു മാസ്കിൻ്റെ പൊട്ടിക്കുന്നതും നമുക്ക് ഓരോ ഡിസൈനായിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെ സൈഡിൽ ചെരിഞ്ഞിട്ട് മാത്രമായിട്ടോ അപ്പോൾ അങ്ങനെ വേണമെങ്കിലൊക്കെ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ വേസ്റ്റായി കിടക്കുന്ന ടിന്ന് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടൊരു പ്ലാന്ററാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.